ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ഓഫ് റോഡ് പോകാൻ പോവാണ്. ഓഫ് റോഡും റൈഡിങ്ങും ഉണ്ട്. അപ്പം ഞാൻ കണ്ടിട്ടാ നമ്മൾ പോവാ ഗായ്സ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓഫ് റോഡാണ്. ഓ ഗായ്സ്, നമ്മൾ ചെറുതായിട്ട് നിർത്തിയിട്ടുണ്ട്. അയ്യോ അയ്യോ പോലെ പോലെ പേടിയാണ് ഫോണോ ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ കുണ്ടിലാവും കിടക്കാം. വാ ഫോണോ അയ്യോ നമുക്ക് വണ്ടി ഒന്ന് നിർത്തിയിട്ട് ഇറങ്ങി പോയി നോക്കാം. ഗൈസ്, നമ്മൾ ആദ്യം ടെസ്റ്റിങ്ങിന് പോയേക്കാണ്. ആദ്യം പോകട്ടെ. എന്ത് കൊണ്ടാണ് നമ്മൾ 2 ഡബിൾസ് ഗൈസ്. ഇത് എൻ്റെ ചെരുപ്പിന് ഗ്രിപ്പില്ല. ഓൻ്റെ ചെരുപ്പിന് ഗ്രിപ്പ് നല്ല ഉണ്ട്. കണ്ടോ ചെരുപ്പിൻ്റെ ഗ്രിപ്പ് കണ്ടോല്. എൻ്റെ ചെരുപ്പിൻ്റെ ഗ്രിപ്പ് ഓട്ടയോ എന്നൊരു സംശയമുണ്ട്. ഗൈസ്, നമ്മൾ ആദ്യം ടെസ്റ്റിങ്ങിന് ഇറങ്ങുകയാണ്. ഇത് കൂടെ ഇറങ്ങാം. ഇത് കൂടെയാണ് സുഖം. അങ്ങനെ പോയാൽ മതി. ഇത് കൂടെ ഇവിടെ ചെറിയൊരു ഇറക്കുണ്ട് അല്ലേ. ഓ ഡേഞ്ചറസോ. നമ്മൾ ചെറുതായിട്ടൊന്ന് കാലുകൊണ്ട് ടെസ്റ്റ് ചെയ്ത്. അപ്പോൾ ആദ്യം കാലുകൊണ്ട് ടെസ്റ്റ് ചെയ്തോട്ടെ. ടെസ്റ്റിംഗ് കുഴപ്പമില്ല. ഗൈസ്, നമ്മൾ സൈക്കിൾ കുഴപ്പമില്ലല്ലോ ഗൈസ്. കുഴപ്പമില്ലെന്ന് അവൻ പറയുന്നുണ്ട്. ഡബിൾസ് പോകാൻ പറ്റുമോ? ഡബിൾസ് പോകാൻ പറ്റുമോ? പറ്റില്ലല്ലോ. വീഴോ അപ്പോൾ ഗൈസ് ആയിക്കൂടെ. ഞാൻ കൂടെ പോവാൻ വിചാരിച്ചു. പോകാൻ പറ്റില്ല. ഇല്ല പറ്റൂല. അല്ല ബലി സമ്മതിക്കില്ല. മെല്ലെ ഇത് കൂടെ പോകാൻ പറ്റും. ഗൈസ്, നമ്മൾ ജസ്റ്റ് കുടുങ്ങിയെന്ന് ശ്രദ്ധിച്ചു. ഓഫർ പോവാണ്. എന്തെങ്കിലും കയറ്റണം. അതാ പോണ കയറണം. വല്ലാത്ത കഷ്ടമായി പോയി. ഞാൻ കൂടെ ഇങ്ങനെ സൈക്കിളും കൊണ്ട് കയറണം. ഗൈസ്, നമുക്ക് കയറാം. നല്ലോണമെന്നല്ല. നമുക്ക് കയറാം. ഓൻ്റെ ഒരു ടെക്നോളജി പോക്കലിട്ടാ തീരെ പറ്റില്ല. ചെറുതായിട്ടൊന്ന് അവിടെ എന്തെങ്കിലും ക്രാഷ് ആയിട്ടുണ്ടാവും. ക്രാഷ് പറഞ്ഞാൽ അവിടെ ചെറുത് ഇങ്ങനെ ഇങ്ങനെ പോയിണ്ടാവും. ഞങ്ങളെ ചെങ്ങായിക്ക് ഹെൽപ്പ് വേണം. കേട്ടാം നമുക്ക് കേട്ടാം. കല്ല് പോയി. നമുക്കൊരു കല്ല് വയ്ക്കാം. കല്ല് ഓക്കെ. അയ്യോ പൊട്ട്. ഞാനും സൈക്കിൾ ഒരുമിച്ച്. അയ്യോ നമുക്ക് വലിക്കാം. എങ്ങോട്ട് അയ്യോ, നമ്മൾ ഓഫ് റോഡ് പോയതാണ്. ചെറുതായിട്ടൊന്ന് കുടുങ്ങി. ചെറുതായിട്ടൊന്ന് വീഴും ചെയ്തു. ഇവിടെ ചെയ്തിരുന്നു. ആകെപ്പെട്ടു പോയി. അമ്മേ, നമ്മൾ ഇറങ്ങിയാണ് പോയത്. പിന്നെ നിങ്ങൾ കയറ്റും വേണ്ടേ. ഇത് പൊടി മണ്ണാണ്. കാണിച്ചു കൊടുത്താ അതിനെ വിശ്വാസം ഉണ്ടാവില്ല. ഗൈസ്, ഒരു ടയറിന് ഗ്രിപ്പില്ലാത്തതുകൊണ്ടാണാവോ. ഗൈസ്, ഇത് പൊടി മണ്ണായതുകൊണ്ടാണ് ഇങ്ങനെ. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് സിമ്പിളായിട്ട് കയറാൻ പറ്റും. കാണിച്ചില്ല ഗൈസ്. കണ്ടോ, പൊടിമണ്ണാണ്. പൊടിമണ്ണാണ്. അതുകൊണ്ടാണ്
അല്ലിപ്പോൾ ശരിക്കും കയറാൻ പറ്റുന്നു. കണ്ടോ പൊടിമണ്ണാണ്. അയ്യോ നമുക്ക് കയറാം. കുറച്ചാണെങ്കിൽ ഞാനിവിടെ തലയും കുത്തി വീഴുന്നോ. പോവല്ലേ ക്യാമറമാനുണ്ട്. ഈ പൊടിമണ്ണം ചെറുതായിട്ട് തട്ടട്ടെ. പോവാം. പോവാനല്ല. പോവാം. അപ്പം നമ്മൾ പോണത് ചെറുതായിട്ടൊന്ന് ബൻ്റെ അൻസനെ കൊണ്ടുവരാൻ പോകണം. ഇപ്പോഴോ? ഇപ്പോഴല്ല. 3 മണിക്ക് കൊണ്ടുവരാൻ പോകും. അപ്പോഴത്തെ വീഡിയോ അപ്പോൾ കാണാം. ഇപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് റൈഡിന് പോണേ. റൈഡ് മച്ചാ റൈഡ് കുണ്ടുമുഴി കൂടി പോവല്ലേ. ഒരു ദിവസം അവൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഹോം ടൂർ ചെയ്യുന്നുണ്ടാവും. അതല്ലേ ഹോം ടൂർ ചെയ്യും. അയ്യോ ഇത്ര മതി പോയത്. ഇനി തിരിച്ചു പോവാ. തിരിച്ചാ കയറ്റം വലിപ്പിക്കാൻ പോരി. ഓക്കെ നമ്മൾ തിരിച്ചു പോണേ. ഇതൊരു വലിയൊരു റബ്ബർ തോട്ടത്തിൻ്റെ ഒരു വലിയൊരു കാടാണ്. കണ്ടു എന്ന് വിചാരിക്കുന്നു. വാർഷികത്തിന് ഡാൻസ് ചെയ്യുന്നുണ്ടേ. അപ്പോൾ ഞാനൊരു കാര്യം പറയുന്നുണ്ട്. ഏപ്രിൽ 1-ാം തീയതി 2-ാം തീയതി ഞങ്ങളൊരു വാർഷികത്തിന് ഡാൻസ് ഉണ്ട്. അത് 1-ാം തീയതിയാണോ 2-ാം തീയതിയാണോ അറിയില്ല. ഇൻ്റെതും പിന്നെ ഞങ്ങളെ കുറച്ച് ചെങ്ങന്മാരൊക്കെ ചെങ്ങന്മാരൊക്കെ ഉണ്ട്. അതുപോലെ വാർഷികത്തിന് ഡാൻസ് ഉണ്ടാവും. ആ ഡാൻസ് ഞങ്ങൾ ചിലപ്പോൾ വീഡിയോയിലിടുന്നതാവും. ഞങ്ങളൊരു കയറ്റം കയറി ചെറുതായിട്ടൊന്ന് നിർത്തിയിട്ടുണ്ട്. റോസോ ഇത് അതാ ഞങ്ങൾക്ക് സീമ ടീച്ചറെ വീട് ഒന്ന് കണ്ടിട്ട് തരാം. ഗൈസ് ഞങ്ങളെ സ്കൂളത്തെ ഒരു ടീച്ചറിൻ്റെ വീട് കാണിച്ചു തരാം. ആദ്യം അവിടെ എത്തട്ടെ. ഗൈസ് പാവം ചങ്ങായി അവിടെ സൈക്കിൾ ഉന്തിക്കൊണ്ടിരിക്കുന്നു. പാവുണ്ട് അല്ലേ? പാവുണ്ട്. ഓ പറക്കുന്നു. അയ്യോ ഓടക്കുന്നേ. ഓക്കെ സീമ ടീച്ചറിൻ്റെ വീട് എത്താനായി. ഏതാണ് ഈ മതിലല്ലേ? പിങ്ക് മതിൽ. പിങ്ക് മതിലല്ലേ? ഓക്കെ ഗൈസ് അതാ പിങ്ക് മതിലാണ്. ഈ പിങ്ക് മതിലാണ്. ഇതാണ് സീമ ടീച്ചറുടെ വീട്. ഞങ്ങളെ സ്കൂളത്തെ ഒരു ടീച്ചറിൻ്റെ വീടാണ്. നിങ്ങൾ വിചാരിക്കും ഇത് 2-3 നിലയ്ക്കോ? അല്ല ഗൈസ്, ഇത് 2 നിലയാണ്. പക്ഷേ ഇത് റോട്ടിൽ നിന്ന് ഇങ്ങനെ കണ്ടിട്ടാണ് തോന്നുന്നത്. നമ്മളെ ചെങ്ങായി എപ്പോഴും ഈ ചെടി നനയ്ക്കാൻ വരുന്നതാണ്. എന്നിട്ട് പൈസയും കിട്ടും. എന്നുവെച്ചാൽ കൂലിപ്പണി. ഇതാണ് ടീച്ചറുടെ വീട്. ടീച്ചറുടെ വീടാണിത്. നമുക്ക് വേഗ സ്ഥലം കട്ടിയൊന്നും വേണ്ട. പിന്നെ കുഴപ്പമില്ല. മെല്ലെ പോയിക്കോട്ടോ. ഇറക്കാണ്. മെല്ലെ പോയിക്കോ. ഈ പോണ ഞാൻ നടത്തിക്കണം. ഇതെന്താ സിമെന്റ് ഇട്ട റോഡല്ലേ? കോൺക്രീറ്റ് ഇട്ട റോഡാണ്. ഇതൊക്കെ 3-4-5-6 പൈനാപ്പിൾ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു പൈനാപ്പിൾ ഉണ്ട്. അവിടെ ഒന്നുണ്ട്. അവിടെ ഒരു പൈനാപ്പിൾ ഉണ്ട്. അവിടെ പൈനാപ്പിൾ ഉണ്ട്. ഇതാ നേരെ കാണുന്ന ഓറഞ്ച് വീടാണ് റിതൻ്റെ വീട്. നമ്മൾ പിന്നെ റിതൻ്റെ വീട്ടിൽ പോവാണ്. റൈഡ് കഴിഞ്ഞ് പോവാണ്. അയ്യോ അയ്യോ ഗൈസ് ഇവിടെ ഒരു ചെറിയ കിണറുണ്ട്. നമുക്ക് കിണറൊന്ന് കാണാം. നിർത്തിക്കാം കിണറാണ്. ഫോണ് കണക്കിട്ട് കണ്ടിക്കിട്ട് എടുത്തിട്ടോ. അമ്മേ നമ്മളെ കിണറിൻ്റെ സ്ഥലത്തി. കിണർ കാണാൻ പറ്റുമെന്നറിയില്ല നിങ്ങൾക്ക്. കാണാൻ പറ്റുന്നുണ്ടാവും. അതോ ഗൈസ് അതാണ് കിണർ ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി കുറച്ച് റിമ്മൊക്കെ ഇടാണ്ട്. റിങ് ഇടാണ്ട്. നമുക്ക് കുളം കാണാൻ പോവാം. ഈ കുളത്തിൻ്റെ പേര് ആനക്കോട് കുളം എന്നാണ്. ഈ സ്ഥലപ്പേര് ആനക്കോടാണ്. അപ്പോൾ ഈ കുളത്തിൻ്റെ പേരും ആനക്കോട് കുളം എന്നാണ്. കുഴപ്പമില്ല. ആരും കുളിക്കണില്ല. ഓക്കെ ഇതാണ് ഗൈസ് നമ്മൾ ആനക്കോട് കുളം. റെഡി. ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം. ഈ സ്റ്റെപ്പ് ഒന്ന് ഇറങ്ങി വെക്കാല്ലേ. ഞാൻ ഈ സ്റ്റെപ്പ് ഇറങ്ങി കാണിച്ചു തരാം. ആദ്യം മുകളിലത്തെ വ്യൂ കാണിക്കാം. ഇതിൻ്റെ ഉണ്ടല്ലോ പാർട്ട് 2-2 ഗൈസ് ഇതാണ് നമ്മളെ
കുളം. പാർട്ട് 1 എൻ്റെ ചാനലിലും പാർട്ട് 2 എൻ്റെ ചാനലിലും ഉണ്ടാവും. ഓക്കെ, ഒന്ന് പറയും, ഒന്നുകൂടി പറയും. പാർട്ട് 2 എൻ്റെ ചാനലും എന്താ പാർട്ട് 1 എൻ്റെ ചാനലിലും പാർട്ട് 2 അയാൻ KM 10 എന്നുള്ള ചാനലിലും ഉണ്ടാവും. അപ്പോൾ കാണാൻ മറക്കരുത്. ഇനി ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് കാണിച്ചില്ല. അമ്മേ, അയ്യോ, കുളത്തിൽ മീനുണ്ടോടാ? ഏതൊക്കെ? വരാലൊക്കെ ഉണ്ട് ഗൈസ്. ഏത്? ജസ്റ്റ് ഗൈസ് തണിക്കുളം ഫുള്ള് മാലിന്യങ്ങളാണ്, എന്നാലും കുളിക്കാൻ പറ്റും. നല്ലൊരു കുളമാണ്. ജസ്റ്റ് ഒന്ന് കാലൊഴിയേക്കാം. കാലൊഴിയിട്ടുണ്ട്, സുഖം. ഓ ഗൈസ്, എന്താണ് ഈ? ആ ഗൈസ്, അവിടുന്ന് എന്തോ ചാടി ഗൈസ്. ഞാൻ നോക്കുമ്പോൾ അവിടുന്ന് എന്തോ ചാടി നിന്നിട്ടുണ്ട്. വല്ല മുതലയും പാമ്പും ഉണ്ടോന്നാവും. ഇവൻ പോട്ടെ ഗൈസ്. ഇതാ ഗൈസ്, അവിടെ ഒരു ഗ്ലാസിൻ്റെ കുപ്പി കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. അവിടെ എന്തോ ഒരു മീന് പോലത്തെ ഒരു സാധനം ചാടിയിട്ടുണ്ട്. എന്താന്നാവും അതിൻ്റെ ഉള്ളിൽ? ഈ കല്ലിൻ്റെ പൊത്തിൻ്റെ ഉള്ളിൽ പോയി എന്നാണ് റിദൻ ലിജേഷ് പറയുന്നത്. ഗൈസ്, നമുക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവനെ മീൻ ഇവൻ്റെ വീഡിയോയിൽ ഷോർട്സിലുണ്ട്. അവന് 2-3 മീനെ കാണിച്ചിട്ടുള്ളൂ. അത്ര മീനുള്ളൂ തോന്നുന്നു ഗൈസ്. മീനെ കാണിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ മീനെ കാണിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ അറിയില്ല കേട്ടോ, ക്ലിയർ ആയില്ല. അപ്പോൾ ഒന്നുകൂടി നമ്മൾ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് റിദൻ്റെ വീട്ടിലേക്ക് പോവാം. സ്ഥലത്ത് കയറുമ്പോൾ കയറണോ? ഏതാണ്? ഇതാണ് നെറ്റിട്ട കിണറ്? അതാണ് എൻ്റെ കിണറ്. കിണറിൽ എന്തെങ്കിലും മീനുണ്ടോ? പറയൂ. മുയ്യ് ഉണ്ടെന്ന് കാണാനല്ലോ. ഇപ്പോൾ എന്താ പിടിച്ചോണ്ടായി? അപ്പോൾ പൂച്ച പിടിച്ച് തിന്നിട്ടുണ്ടാവും ഗൈസ്. അല്ല, തിന്നാൻ പറ്റും. ഒന്ന് കഷ്ണം നുറുക്കി തിന്നാം. ജസ്റ്റ് വെറുതെ ഒരു പ്രാങ്ക് ചെയ്തു. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ റിങ്, അത് ഈ കിണറിന് ഇടാനുള്ള റിങ്ങാണ്. ഇതാ ഈ കിണറിന് ഇടാനുള്ള റിങ്ങാണിത്. പോവാം. ഈ കയറ്റം കയറാൻ പറ്റുമോ നോക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ. പറ്റില്ല. അമ്മേ, കാണിച്ചുതരാം. ജസ്റ്റ് ഇതാ ഈ മതിലൊന്ന് പൊളിച്ചിട്ട് ഇതിൽ കയറാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നമുക്ക് പോവാന്ന് വെച്ചാൽ ഇതിൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ. നല്ല ചെടികൾ കാണിച്ചിരുന്നു. നല്ല ചെടികൾ. അപ്പോൾ അയ്യോ, ഓക്കെ. ഷോർട്ടിലെ ടാങ്കി വരാലിനിട്. വരാലിനല്ല, മുയ്യും ആഫ്രിക്കൻ മീനെ. യെസ്, നമുക്ക് ഷോർട്ടിലെ ടാങ്കിക്ക് ആഫ്രിക്കൻ മീനിനെ ഇടാനെന്നാ പറയുന്നത്. അവൻ എന്തായാലും നമുക്ക് നോക്കാം. നമ്മളെ റിദുൻ കോഴിക്കുട്ടി. റിദുൻ്റെ കോഴിക്കുട്ടിയാണ്, കളർ കോഴിക്കുട്ടികളാണ്. ഏതൊക്കെയുള്ളത്? പിങ്ക് ഉണ്ട്, 2 റോസ് ഉണ്ട്, 2 പച്ച ഉണ്ട്, 1 മഞ്ഞുണ്ട്, പിന്നെ ഒരു വെള്ളയും കൂടി ഉണ്ടായിരുന്നു. ആ വെള്ള കാക്ക പിടിച്ചോണ്ടോ എന്നാ പറയുന്നത് തോന്നി. ഞാൻ ഇതിനെന്താ പറയാനുള്ളത്? നമ്മളെ മുഷീനെ കാണിച്ചുതരാം. ഓക്കെ, മുഷി അവിടെ 2 മുഷികൾ പയ്യുന്നുണ്ട്. അവിടെ ഒരു മുഷി, അവിടെ ഒരു മുഷി പയ്യുന്നുണ്ട്. മുഷി ആഫ്രിക്കൻ മുഷിയാണ്, നല്ല വലിപ്പം വയ്ക്കുന്ന മുഷിയാണ്. എന്തായാലും റെഡ് ടൈൽ മുഷി എന്തായാലും ഞാൻ പറയുന്നില്ല. നിങ്ങൾ മുഷിനെ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്താ പറയാനുള്ളത്? മുഷിനെ ഷോർട്ടിലെ ടാങ്കിക്ക് മാറ്റിടണോ? അല്ല, വേണ്ടല്ലേ? ഓക്കെ. അപ്പോൾ അല്ല, ഒരു കാര്യം കൊണ്ട് കാണിച്ചുതരാം. ഈ കുളം എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയ കുളമാണ്. അത് ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു. പിന്നെ കോഴിക്കുട്ടികളെ ആദ്യം ഇട്ടിരുന്നതാണ് ഇതിലാണ്. ആദ്യമിട്ടല്ല, അതിൽ പുറത്തേക്ക് വിടുമ്പോൾ കാക്ക പിടിച്ചോണ്ടായിരിക്കാൻ അതിലിട്ടാണ്. എന്നാൽ പിന്നെ അപ്പോൾ വൈകുന്നേരം ആയാൽ, രാത്രിയൊക്കെ ആയാലും അതിൽ കൂട്ടുകയറ്റും. രാവിലെ കുറച്ച് നേരം വിടും, അതിനെ കൂട്ടുകയറ്റും. വൈകുന്നേരം വിടും, കൂട്ടുകയറ്റും. അങ്ങനെ അവൻ പറയുന്നത്. അപ്പോൾ
രണ്ടാമത്തെ പാർട്ട് എൻ്റെ വീഡിയോ ചാനലിലുണ്ടാവും. ഇത് 2 പാർട്ടാക്കാം. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് എൻ്റെ വീഡിയോ ഫസ്റ്റ് പാർട്ട് എൻ്റെ വീഡിയോയിലുണ്ടാവും. ഫസ്റ്റ് പാർട്ട് എൻ്റെ വീഡിയോയിലുണ്ടാവും. സെക്കൻഡ് പാർട്ട് ഈ പാർട്ട് എൻ്റെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വന്നാൽ മതി സെക്കൻഡ് പാർട്ടിക്ക്, അല്ലെങ്കിൽ ചെറിയ അടിച്ചോണ്ട് കൂട്ടിക്കും.